നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസിനെ വെല്ലുവിളിച്ച, പോലീസിനെ അക്ഷരാർത്ഥത്തിൽ വട്ടം ചുറ്റിച്ച, നെട്ടോട്ടം ഓടിച്ച പ്രതി അർജുൻ ആയങ്കിയെ ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്നായിരുന്നു അർജുൻ ആയങ്കിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതിന് പിന്നാലെ മാധ്യമപ്രവർത്തകർ ഈ അപ്പാർട്ട്മെൻറ്റിലെ അയൽവാസികളോട് അവരുടെ ബൈറ്റ് എടുക്കേണ്ട, അവരോട് അഭിപ്രായം ചോദിക്കേണ്ടായി. നിങ്ങൾ അറിഞ്ഞിരുന്നോ ഈ അപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് അർജുൻ ആയങ്കിയെ പിടികൂടിയിരിക്കുന്നത്, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരുന്നോ ഈ വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നുവെന്ന്? അപ്പോൾ ആ വ്യക്തികൾ പറയുന്നു, ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, ഇന്ന് അറസ്റ്റ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത്, അല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു എന്നൊക്കെ അയൽവാസികൾ, ഈ അപ്പാർട്ട്മെൻറ്റിലുള്ളവരും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, ഇത്രയുമൊക്കെ കവർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത്തരത്തിലൊരു ചോദ്യമൊക്കെ ഈ അപ്പാർട്ട്മെൻറ്റിലുള്ളവരോട് ചോദിക്കേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യം ഈ ഒരു വശത്ത് നിന്നും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് കമൻറ്റ് സെക്ഷനിലൂടെ പോയാൽ, ഈ വാർത്തയ്ക്ക് കീഴിലുള്ള കമൻറ്റ് സെക്ഷനിലൂടെ പോയാൽ ഇതിലെന്താണ് ഇത്രമാത്രം ചോദിക്കാനിരിക്കുന്നത്? ഇവിടെ പിടികൂടിയിരിക്കുന്നത് എത്രയോ കൊലപാതകങ്ങൾ ചെയ്യുന്നവർക്ക് ഇത്രയും വലിയ ഹൈപ്പ് കൊടുക്കുന്നില്ല. ഇതൊക്കെ നാണക്കേടാണ്. ഇങ്ങനെ ഇത്തരത്തിലൊരു രീതിയിലുള്ള ഒരു കാര്യം ചെയ്യുന്നതൊക്കെ മോശമാണ് എന്ന രീതിയിലുള്ള കമൻറ്റുകൾ നിറയുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ ഇത്ര വാർത്തയാക്കാൻ, അല്ലെങ്കിൽ അയൽവാസികളോടൊക്കെ പോയി ഇങ്ങനെ സംസാരിക്കാൻ മാത്രം എന്താണ് ഉള്ളത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. മാത്രമല്ല, ഇതെന്തോന്ന് തീവ്രവാദിയാണോ, ഇത്തരത്തിൽ നിങ്ങൾ അറിഞ്ഞിരുന്നോ എന്ന തരത്തിൽ ചോദിക്കാൻ ഇതൊരു തീവ്രവാദിയായിരുന്നോ എന്നൊരു ചോദ്യം ഒരു വശത്ത് ഉയരുന്നുണ്ട്. ഒരു സംശയം, ഗോവിന്ദചാമിനെ ആണോ അതോ ഏതെങ്കിലും രാജ്യദ്രോഹി ാണോ അവിടെ നിന്നും പിടിച്ചത്? ഇതിനു മാത്രം പ്രഹസനം കാണിക്കാൻ എന്താണ് ഇത്രമാത്രം ഇരിക്കുന്നത് എന്നതടക്കമുള്ള ഒരു ഭീകരനെയൊന്നുമല്ലല്ലോ അവിടെ നിന്ന് പിടികൂടിയത് എന്നൊരു ചോദ്യവും കൂടി ഒരു വശത്ത് ഉയരുന്നുണ്ട്. എന്തായാലും രാവിലെയാണ് ഞങ്ങൾ അറിഞ്ഞതെന്ന് അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന മറ്റ് വ്യക്തികളൊക്കെ പറയുന്നുണ്ട്. അവരും ആകെ അങ്കലാപ്പിലായിപ്പോയി, ഇതെന്ത് പാട് എന്ന രീതിയിൽ അവരും അങ്കലാപ്പിലാകുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഇന്ന് പുലർച്ചെയോടെയാണ് അർജുൻ ആയങ്കി അപ്പാർട്ട്മെൻറ്റിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. ഒപ്പം മറ്റൊരാളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഓടാൻ ശ്രമിച്ചു, പക്ഷെ ഓടിച്ചിട്ടാണ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പോലീസിനെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ച പ്രതി അർജുൻ ആയങ്കിയെ കീഴടക്കിയിരിക്കുന്നു പോലീസ് എന്നതും ഏറ്റവും പ്രധാനമാണ്. അതിനുശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരുന്നു. ഗുണ്ടകൾക്ക് എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഉദാഹരണമായി ഇത് മാറിയിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഇത് ഗുണ്ടകളുടെ നാടല്ല, സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ നാടാണ്. എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതായിരിക്കും അനുഭവമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്തായാലും എന്താണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞതെന്ന് വിശദമായി നോക്കാം. ആ ഒരു റിപ്പോർട്ടിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ഗുണ്ടകളുടെ നാടല്ലെന്നും സിസ്റ്റത്തെ വെല്ലുവിളിക്കുന്ന ഗുണ്ടകളുടെ അവസ്ഥ അർജുൻ ആയങ്കിയുടേതുപോലെയാകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാകില്ലെന്നും എല്ലാ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ജനങ്ങളുടെ സമാധാന ജീവിതവും സ്വൈര്യ ജീവിതവും ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർക്കാൻ ശ്രമിച്ചാൽ കർശന നടപടിയുണ്ടാകും. ഓണക്കാലത്ത് ജനജീവിതത്തെ അപകടത്തിലാക്കാമെന്ന് ഒരു ഗുണ്ടയും കരുതേണ്ടതില്ല എന്നും ആഭ്യന്തരമന്ത്രിയുടെ മുന്നറിയിപ്പ്. ഈ ഒരു സംഭവം കേരളത്തിലുള്ള എല്ലാ ഗുണ്ടകളോടും കൂടിയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത്. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇവരുടെ ലിസ്റ്റ് ഉണ്ടെന്നും ഗുണ്ടകളും സാമൂഹിക വിരുദ്ധരും ഗ്യാങ്ങുകളുമെല്ലാം കർശന നിരീക്ഷണത്തിലായിരിക്കുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഏത് സംരക്ഷണം കിട്ടിയാലും ഇത്തരം ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ആരും നിയമത്തിന് അതീതരല്ലെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നവരെ ആരും സംരക്ഷിക്കില്ല. മുൻ മുഖ്യമന്ത്രിയും MV ജയരാജനും അർജുൻ ആയങ്കിയെ തള്ളിപ്പറഞ്ഞത് ഇതിന് തെളിവാണ്. ഗുണ്ടകളെ പോറ്റി വളർത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും രമേശ് ചെന്നിത്തലയുടെ മുന്നറിയിപ്പ്. നിയമത്തെ വെല്ലുവിളിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ഇതിലൊരു രാഷ്ട്രീയ സംരക്ഷണവും കിട്ടില്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം അർജുൻ ആയങ്കിയെക്കുറിച്ച് വിവരം നൽകിയ ഓട്ടോ ഡ്രൈവർക്ക് പാരിതോഷികമുണ്ട്. 1 ലക്ഷം രൂപയാണ് പാരിതോഷികം നൽകുക. ഓട്ടോ ഡ്രൈവർക്ക് പാരിതോഷികം നൽകാൻ തയ്യാറാണെന്ന ഒരു വ്യക്തി തന്നെ അറിയിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇട്ടത് സുഹൃത്താണെന്ന് അർജുൻ ആയങ്കി പോലീസിനോട് വെളിപ്പെടുത്തി. എറണാകുളത്ത് നിന്നും കണ്ണൂരിലേക്ക് വരുമ്പോൾ സുഹൃത്ത് പ്രണവ് ഒപ്പമുണ്ടായിരുന്നു. തളിപ്പറമ്പിൽ നിന്ന് ഇന്നലെയാണ് പ്രണവ് മറ്റൊരിടത്തേക്ക് മാറിയത്. അർജുന്റെ കൈവശമുണ്ടായിരുന്ന ഫോൺ പോലീസ് പിടിച്ചെടുത്തിരുന്നു. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇട്ടത് ഈ ഫോണിൽ നിന്നാണോ എന്നാണ് പരിശോധിക്കുന്നത്. അതേസമയം രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. കേരളം ഗുണ്ടകളുടെ നാടല്ല എന്ന് പറയുമ്പോൾ, ഗുണ്ടകൾക്കൊന്നും ഇനി ഇവിടെ ഒരു സ്വൈര്യം ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ മുൻ ആഭ്യന്തരമന്ത്രിക്കുള്ള ഒരു കൊട്ടുകൂടിയായിട്ട് അതിനെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ജനങ്ങൾക്ക് സമാധാന ജീവിതം വരുത്തുക എന്നതാണ് ലക്ഷ്യമെന്നാണ്
ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുന്നു. നെറ്റോറിയസ് ആയിട്ടുള്ള ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധരും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അതേസമയം അർജുൻ ആയങ്കിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് യദു കൃഷ്ണയാണ് അർജുനെ റിമാൻഡ് ചെയ്തത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നൽകിയ പരാതിയിൽ കണ്ണൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് റിമാൻഡ്. തലശ്ശേരി സബ് ജയിലിലേക്ക് അർജുൻ ആയങ്കിയെ മാറ്റി. ദിവസങ്ങളായി കേരള പോലീസ് തേടുകയായിരുന്നു അർജുൻ ആയങ്കിയെ. ഇന്ന് പുലർച്ചെയാണ് കണ്ണൂരിൽ നിന്നും അറസ്റ്റിലായത്. കണ്ണൂർ നഗരത്തിലെ അഭിഭാഷകരുടെ ഫ്ളാറ്റിൽ നിന്നുമാണ് അർജുനെ പോലീസ് പിടികൂടിയത്. ഉത്തരമേഖല DIGയുടെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം ഫ്ളാറ്റിൽ നിന്ന് ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെ അർജുൻ ആയങ്കിയെ പിടികൂടിയത്. അർജുൻ ആയങ്കി ഒളിവിൽ പോകാൻ ഉപയോഗിച്ച കാർ ശനിയാഴ്ച പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. സുഹൃത്തായ മറ്റൊരാളും അർജുനൊപ്പം ഫ്ളാറ്റിലുണ്ടായിരുന്നു. പോലീസ് എത്തിയതോടെ അർജുൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. കണ്ണൂരിലെ കേസിൽ അറസ്റ്റ് ചെയ്ത ശേഷം അർജുനെ എറണാകുളത്തേക്ക് മാറ്റിയേക്കും. പോലീസ് ഓടിച്ചിട്ടാണ് പ്രതിയെ പിടികൂടിയതെന്ന് ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അർജുനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഒളിയിടം ഒരുക്കിയവർ അടക്കമുള്ളവർ അറസ്റ്റിലായേക്കും. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിടിക്കാമെങ്കിൽ എന്നെ പിടിച്ചോളൂ എന്ന് പോലീസിനെ വെല്ലുവിളിച്ച് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അർജുൻ ആയങ്കി രംഗത്ത് വന്നത്. ക്രിമിനൽ കേസുകളിലെ പ്രതി പോലീസിനെ പരസ്യമായി വെല്ലുവിളിച്ചത് പോലീസിനെ സംബന്ധിച്ച് വലിയൊരു വിള്ളലായി. തുടർന്ന് ഇനി എന്താ വരാൻ പോകുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോളൂ എന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ മറുപടി. അതേസമയം പോലീസിനെ വെല്ലുവിളിച്ച അർജുൻ ആയങ്കിക്കെതിരെ പ്രതികരണവുമായി ക്രമസമാധാന ചുമതലയുള്ള ADGP P. വിജയൻ. ഒരു ഗുണ്ടയ്ക്കും വെല്ലുവിളിക്കാനുള്ള ധൈര്യം ഉണ്ടാകാൻ പാടില്ല. ക്രിമിനൽ കേസിൽ അർജുൻ ആയങ്കിയെ പോലീസ് പിടികൂടിയതിന് പിന്നാലെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. ഇവിടെ ചില റീൽസ് ഹീറോസ് ഉണ്ട്. അവരുടെയൊക്കെ ഷോ ഇതോടുകൂടി അവസാനിക്കും. വളരെ സേഫായി VPN അടക്കമുള്ള സാങ്കേതിക വിദ്യയൊക്കെ പ്രയോഗിച്ചു നോക്കി. പക്ഷെ അതിനേക്കാൾ സ്മാർട്ടായ പോലീസ് കേരളത്തിലുണ്ട്. പോലീസിനെ കുറെ വെല്ലുവിളിച്ചു എന്നതും ഒരു പരിധി വിട്ട് വളർന്നു എന്നതും ആയങ്കിയുടെ വെറും തോന്നൽ മാത്രമാണ്. അത് മനസ്സിലായതോടെ അയാളെ നിയമപരമായി പൂട്ടാനുള്ള എല്ലാ നടപടികളും പോലീസ് തുടങ്ങിയിരുന്നു. അതിന്റെ പരിസമാപ്തിയാണ് ഇന്ന് പുലർച്ചെ നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ അടക്കം ചുമത്തുന്നത് പരിശോധിക്കും. മറ്റ് നിയമപരമായ സാധ്യതകളെല്ലാം പോലീസ് നോക്കും. നിലവിൽ ഇപ്പോഴത്തേത് മാത്രമല്ല വേറെയും കേസുകൾ ആയങ്കിക്കെതിരെയുണ്ട്. ആയങ്കി എന്നല്ല ഒരു ഗുണ്ടയ്ക്കും ഇത്തരത്തിൽ പോലീസിനെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് സമൂഹത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നും ADGP പറഞ്ഞു. കേരളത്തിലെ ക്രിമിനലുകളായ ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റ് വെച്ചുള്ള ഓപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടെന്നും ADGP വ്യക്തമാക്കി. നേരത്തെ നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് അർജുൻ ആയങ്കി പങ്കുവച്ചത്. അതിൽ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമുക്ക് നോക്കാം. കടലിൽ അകപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിലാണ് ഞാനുള്ളത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ റോഡിലിരുന്ന് കരയുന്ന ആ സഹോദരിക്ക് അവരുടെ ഭർത്താവിനെ നേരത്തെ കിട്ടുമായിരുന്നു. വെറും 4 കേസ് മാത്രം അവശേഷിക്കുന്ന എന്നെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ തീവ്രവാദിയാക്കി മാറ്റി വെടിവെക്കാനൊക്കെയാണ് ഉത്തരവിട്ടത്. കള്ളക്കേസിൽ ജയിലിലാക്കിയപ്പോൾ ജീവിതം താറുമാറായ ആളാണ് താൻ. എന്നെ തീവ്രവാദിയാക്കിയത് ഈ സിസ്റ്റമാണ്. മാനസിക രോഗത്തിലോ മദ്യലഹരിയിലോ അല്ല, പൂർണ്ണ ബോധത്തോടെ തന്നെയാണ് പ്രതികരിച്ചത്. എന്നെ കള്ളക്കേസിൽ ജയിലടച്ച കേസ് പുനരന്വേഷണം നടത്തണം. അയാൾ എന്തിനിങ്ങനെ ചെയ്തു? ഞങ്ങൾ 6 പേരെ ജയിലിലടച്ച് ദ്രോഹിച്ചു എന്ന് അയാൾ മറുപടി പറഞ്ഞേ മതിയാകും. മുറിവേറ്റവന്റെ സ്വപ്നങ്ങൾ തകർന്നവന്റെ ജീവിതം താറുമാറായവന്റെ സ്വന്തം മകനെ ഒപ്പം നിർത്തി ലാളിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ടവന്റെ വേദന പകയാകും, പ്രതികാരമാകും. പിന്നെ ആയവന് ചത്താലും ഭയപ്പാടില്ല, മുട്ടിന് വെടിവെച്ചാലും മുട്ടുകുത്തില്ല എന്നായിരുന്നു അർജുൻ ആയങ്കി ഫേസ്ബുക്കിൽ കുറിച്ചത്. മാത്രമല്ല പിന്നാലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. ആ വീഡിയോയിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: തനിക്കെതിരെ കള്ളക്കേസ് ചുമത്തുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുൻ ആയങ്കി വീഡിയോ സന്ദേശം പങ്കുവച്ചത്. വെടിവെക്കുമെന്ന് വാർത്ത കൊടുത്താൽ താൻ കീഴടങ്ങുമെന്നാണ് അവർ കരുതിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചതായാണ് അവർ പറയുന്നത്. തനിക്കെതിരെ എടുത്ത കള്ളക്കേസ് പുനരന്വേഷിക്കാനാണ് ആവശ്യപ്പെട്ടത്. അതെങ്ങനെ വെല്ലുവിളിയാകും? ഒരു മനുഷ്യൻ പറയുന്നതായി കണ്ടാൽ മതി. പാർട്ടിയൊക്കെ രണ്ടാമതാണെന്നും അർജുൻ ആയങ്കി വ്യക്തമാക്കി. നിരപരാധികൾ വേട്ടയാടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വികാരത്തിന് പക്വതയുണ്ടാകില്ല. കോടതി പോലും തന്നെ പറഞ്ഞത് ഹാബിച്വൽ ഒഫൻഡർ എന്നാണ്. നന്നാവാൻ തീരുമാനിച്ച ആളാണ് താൻ. ഒരാൾക്ക് പുതിയൊരു മനുഷ്യനായി ജീവിക്കാൻ ഈ നാട്ടിൽ അവകാശമില്ലേ? മരിക്കുന്നത് വരെ ക്രിമിനൽ ആയിരിക്കണം എന്നാണോ? ക്രിമിനലാക്കി കൊല്ലണം എന്നതാണോ കേരള പോലീസിന്റെ ഉദ്ദേശമെന്നും അർജുൻ ആയങ്കി ആ വീഡിയോയിലൂടെ ചോദിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.